ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പുതിയ ഹോം ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളൊന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ വായൂർ എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ്. ഇവിടെ 2000 സ്ക്വയർ ഫീറ്റിൽ 5 സെൻറ്റിൽ നിർമ്മിച്ചിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിത് പങ്കുവെക്കുന്നത്. ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഒരു ബോക്സി ടൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പെയിൻറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇത് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫ്രണ്ട് ലൈനിലുള്ള സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം നമ്മൾക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്, പിന്നെ അതുപോലെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഫ്രണ്ട് ഡോറുമാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ള ഹാൻഡ് റെയിലും കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഉള്ളത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇതിൽ ഇൻറ്റീരിയർക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ ഓൾമോസ്റ്റ് ഫുള്ള് 90% നമ്മളെ കമ്പനി തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു ലിവിങ് സ്പേസ് ആണ്. ഒരു 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കറക്റ്റ് സോഫയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു നല്ല ടീപ്പോയി, ഒരു കാർപ്പറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വിൻഡോക്കൊക്കെ പാനലിങ്ങും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ്ങിനും ലിവിങ്ങിനും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വാൾ ചെയ്തിട്ടുണ്ട്. പാർട്ടീഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ TV നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 സൈഡിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് TV സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ നേരെ പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഡൈനിങ് സ്പേസ് ഏകദേശം അത്യാവശ്യം നല്ല ഒരു മിനിമൽ സ്പേസിൽ തന്നെ അത്യാവശ്യം നല്ല സീറ്റിംഗ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡൈനിങ് ടേബിളും ചെയറൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പാനലിങ്ങും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസ് കഴിഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വരുന്നത് നമ്മളൊരു സ്റ്റെയർ ഏരിയയും അതുപോലെ അതിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു ഫാമിലി ലിവിംഗ് ആണ് വരുന്നത്. ഫാമിലി ലിവിംഗ് നമ്മൾ അത്യാവശ്യം ഒരു 5 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരു ടീപ്പോയി, ഒരു കാർപ്പറ്റും ആണുള്ളത്. അതുപോലെ ഈ സ്റ്റെയറിൻ്റെ അടിയിലാണ് നമ്മളിവിടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ഫിനിഷിലുള്ളൊരു സിങ്കും അതുപോലെ ലൈറ്റുള്ളൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ഡോറുള്ളൊരു ക്യാബിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം. ഇതൊരു കിഡ്സ് ബെഡ്റൂമാണ്. ഇത് ക്ലയൻറ്റിൻ്റെ ഒരു സ്പെഷ്യൽ റിക്വയർമെൻ്റ് ആയിരുന്നു ഈ ഒരു കളർ തീം എന്ന് പറയുന്നത്. ഒരു ഗ്രീൻ കളറിലാണ് ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഫുള്ള് കുഷ്യനിൽ കവേർഡ് ചെയ്തിട്ടുള്ളൊരു ബെഡ് കോട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ മെറ്റൽ ഫ്രെയിമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡ് കോട്ടാണ്. അതുപോലെ 2 സൈഡ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്ലൈഡിങ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 1.5 മീറ്റർ സൈസ് വരുന്ന ഒരു സ്ലൈഡിങ് വാർഡ്രോബും അതുപോലെ അതിൻ്റെ അടുത്തൊരു ഫുൾ മിററാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ സാധനങ്ങളാണ്. അടുത്തത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിഷ്വലുകൾ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കുഷ്യൻ കവേർഡ് ആയിട്ടുള്ള ബെഡ് കോട്ടാണ്. ഇത് നമ്മൾ മെറ്റൽ ഫ്രെയിമിൽ നമ്മൾ കുഷ്യൻ ചെയ്തിട്ടുള്ള ബെഡ് കോട്ടാണ്. അതുപോലെ തന്നെ 2 സൈഡ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ബെഡ് കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഒരു അത്യാവശ്യം നല്ല സ്റ്റോറേജ് കിട്ടുന്ന രീതിയിൽ തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വാർഡ്രോബിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ, ഒരു മിറർ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഏരിയ ആണ് കിച്ചണ്. കിച്ചണിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ളത് അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ളൊരു കിച്ചണാണിത്. ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് സേവിങ് ആയിട്ടുള്ളൊരു ഡൈനിങ്, ഒരു ചെറിയ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം കിച്ചണൊക്കെ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത്. അതുപോലെ തന്നെ കിച്ചണിൽ അറേഞ്ച്മെൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ടൊരു ഡബിൾ ഡോറിനുള്ള ഫ്രിഡ്ജിനുള്ളൊരു ഏരിയ വിട്ടിട്ടുണ്ട്. ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഓപ്പൺ ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രോക്കറി ഷെൽഫ് ഉണ്ട്. പിന്നെ നമുക്ക് ഓവൻ വെക്കാൻ നമ്മളൊരു സ്പേസ് ഇവിടെ വിട്ടിട്ടുണ്ട്. ബാക്കി പുള്ളൗട്ട് അതുപോലെ നല്ല ഡ്രോവർ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡ്രോവറൊക്കെ നമ്മൾ സ്ലീക്ക് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഇതാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒക്കെ സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ള ഇതാണ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത കിച്ചണിൽ വരുന്നത് നമ്മൾ സിങ്ക് അതുപോലെ വുഡൻ ഹോബിൻ്റെ ഏരിയ ആണ്. ഇത് വുഡൻ ഹോബിൻ്റെ താഴെയായിട്ട് നമ്മൾ ഡ്രോവറുകൾ ഏറെ ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കാര്യങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലേറ്റ് ട്രേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിങ്കാണുള്ളത്. സിങ്കും അതുപോലെ
വുഡൻ ഹോബും വളരെ അടുത്താണ്, നമുക്ക് വർക്കിങ്ങിന് ഈസി ആയ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു GTBT സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കിച്ചണിൽ നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ ക്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരോട് നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളൊരു വർക്കിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക്? അതായത് എനിക്ക് ഫസ്റ്റ് ടൈം വൈഫാണ് ഇൻസ്റ്റയിൽ അയച്ചത് ആഡ്. അപ്പോൾ അതിൻ്റെ ശേഷമാണ് നമ്മൾ പരിചയപ്പെട്ടതും സംസാരിച്ചതും കാര്യങ്ങളും. അപ്പോൾ പണി കാര്യങ്ങളെല്ലാം ഉഷാറാണ്. ഫസ്റ്റ് അത്ര പ്രതീക്ഷയില്ല, പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മാഷാഅല്ലാ അടിപൊളിയായിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. മാഷാഅല്ലാ ബാക്കി നീ ഇവള് പറയും. എല്ലാവരും ചോദിക്കുന്നത് കിച്ചൻ്റെ വർക്കാണ്. അത് കളറായാലും എല്ലാ മോഡലായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. ഇതുപോലത്തെ വീടിൻ്റെ വിശേഷങ്ങളായിട്ട് ഇനിയും നമ്മൾ വരും. അപ്പോൾ നമ്മളെ കൂടെ കൂടാം. ഓക്കെ.